അന്ന് വോയിസ് ഒന്നും നോട്ട് ചെയ്തില്ല? ഇല്ല ഇല്ല, അങ്ങനെ എനിക്കങ്ങനെ അറിയില്ല, ചെറുതല്ലേ. പാട്ടുകൾ കേൾക്കൂട്ടോ, റേഡിയോ അങ്ങനെയുള്ളതിലൊക്കെ കേൾക്കും. അതൊക്കെ ബൈഹാർട്ടായിട്ട് എന്താ പറയാ, അതിന്റെ മ്യൂസിക് പോലും ബൈഹാർട്ട് പഠിച്ച് അങ്ങനെയൊക്കെയാ കേൾക്കാറുള്ളത്. പാട്ട് പുസ്തകങ്ങളൊക്കെ എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. ചില പാട്ടൊക്കെ ഇട്ട് ഡാൻസ് തന്നെ ഡാൻസ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയാ, ഇപ്പൊ കുട്ടിയുടെ കളിയും ചിരിയൊക്കെ മാറിയല്ലേ, ഇപ്പൊ മാനേജറാണ്, ഭയങ്കര ഉത്തരവാദിത്തമുള്ള പൊസിഷനാണ്. അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചാൽ മതി. കണ്ടോ, പറഞ്ഞുണ്ടോ, അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചാൽ മതിയെന്ന്. അത് പറ്റില്ല. അതുകൊണ്ട് പാട്ടൊക്കെ ഒരു സമയത്തൊക്കെ ഞാൻ അങ്ങനെ കേൾക്കില്ല, ഇങ്ങനത്തെ ക്രെഡിറ്റ്സോ കാര്യങ്ങളോ ഒന്നും നോക്കില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ക്രെഡിറ്റ്സ് നോക്കാൻ തുടങ്ങി, സിനിമയിലെ പാട്ടുകൾ കാണാൻ തുടങ്ങി, അതൊക്കെ അതിന് ശേഷം തുടങ്ങി. നമ്മുടെ മാരേജ് സമയത്താന്ന് തോന്നുന്നു വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി ഫിലിം. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടിക്ക പാടിയതായിരുന്നു. അതൊക്കെ പിന്നെ ഞാൻ അറിയുന്നത്. ചാടി ഹനുമാൻ സോങ് ഉണ്ടായിരുന്നു, അരേ തൂ ചക്കർ എന്ന് പറഞ്ഞ സോങ്. അപ്പൊ ആ സോങ് റിലീസ് ആവുന്ന സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നതും പിന്നെ കല്യാണമൊക്കെ ഉറക്കുന്നത്. അപ്പൊ അത് കോയിൻസിഡന്റ്. റൂംമേറ്റ് ഞാൻ എപ്പോഴും ആ പാട്ടിട്ട് ഡാൻസ് കളിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇതാണ് ഞാൻ അറിയുന്നത് അയാളുടെ പാട്ടാണ്. അല്ല, അത് കഴിഞ്ഞിട്ട് കൈ കിട്ടിയല്ലോ, ഈ വോയിസിനെ കൈ കിട്ടിയല്ലോ. വേണ്ടതരം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ ആദ്യഘട്ടത്തിലൊക്കെ പാടുമായിരുന്നിരിക്കാം, അറിഞ്ഞുകൂടാ. അതോടൊപ്പം പാടിയിട്ടുണ്ട്. ആദ്യമൊക്കെ കുഴപ്പമില്ല, കണ്ട തിരക്കായി. അപ്പൊ പണിയൊന്നുമില്ല, ഇവിടുന്ന് പോയിട്ട് തെലുങ്കിൽ പോയി ചെയ്യണം. അതെ, വീണ്ടും തെലുങ്കിലേക്ക് തന്നെ, അവിടെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ്. എനിക്ക് തോന്നുന്നു തെലുങ്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ടല്ലേ. നല്ല സ്റ്റോറീസും നല്ല പ്രോജക്ട്സും തെലുഗുവിൽ നിന്ന് വരുന്നുണ്ട്, തമിഴിൽ നിന്നും വരുന്നുണ്ട്. മലയാളത്തിൽ കുറച്ചും കൂടെ ഞാൻ സെലക്റ്റീവ് ആണ് ചേട്ടാ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പം സംസാരിക്കുന്ന വിഷയങ്ങളും ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമ ഒക്കെ കുറച്ച് ഡിഫറെന്റാ. ഒരു റെവല്യൂഷൻ നടക്കുന്നുണ്ടല്ലോ. എനിക്കൊന്ന് ആ റെവല്യൂഷൻ്റെ ഒരു ഭാഗമാണ് കേരള ക്രൈം ഫയൽസ് സീസൺ 2. അപ്പോൾ അതിൽ വർക്ക് ചെയ്തത് കൊണ്ടാവാം ഒരു പക്ഷേ ഇപ്പം ഇത്രയും ഫീഡ്ബാക്ക് വരുന്നത്. കാരണം ലവ് സോങ്സും ഫാമിലി ഡ്രാമ ഫിലിംസ് ഒക്കെ മുഴുനീളം കുറച്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി കുറച്ചൊന്ന് സെലക്റ്റീവ് ആയിട്ടാണ് ഇനി മലയാളത്തിലൊന്ന് പടങ്ങൾ എടുക്കുക. ഈ തെലുങ്കിലേക്ക് പോകുന്നതിന് മുമ്പ് കേരള ക്രൈം ഫയൽസിന്റെ സെക്കൻഡ് ഞാൻ ഒറ്റ അടിക്കാണ് കണ്ടത്. എന്ന് വെച്ചാൽ തുടങ്ങി കഴിഞ്ഞ് പിന്നെ നിർത്താൻ പറ്റിയിട്ടില്ല, ഫുള്ള് കണ്ട് തീർത്തു. അതിൽ എനിക്ക് 2 സീന് ഭയങ്കരമായിട്ട് പെരുത്തു. ആ പാമ്പിന്റെ ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് ഈ കൊച്ചു ഓടി പോകുന്നില്ലേ, അപ്പം ഞാൻ വിചാരിച്ചു, ഹിഷാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു സ്പേസിലില്ലേ, എനിക്ക് വല്ലാണ്ടൊരു സാധനമായി. എന്നിട്ട് അവിടെ പോയിട്ട് ആ സീൻസ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ ഭയങ്കരമായിട്ട് ഇൻവോൾവഡ് ആണ് അതിനകത്ത്. ആ സമയത്തൊക്കെ ഇല്ലെങ്കിൽ ഇൻവോൾവഡ് ആണ്, ക്യൂരിയോസിറ്റി. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ പട്ടിയെ കുഴിച്ചിട്ട ഒരു സ്ഥലത്ത് പോയിട്ട് ഇയാൾ രണ്ടാമത് പോയി വിസിറ്റ് ചെയ്യുന്ന സ്ഥലത്തുണ്ടല്ലോ, അവിടെയാണ് ഹിഷാമിന്റെ ഹമ്മിങ് വരുന്നത്. ഹമ്മിങ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, അല്ല ഇത് ഇവിടെ വേണമായിരുന്നു. ഇതാണ് പറയുന്നത്. ഹമ്മിങ് ഫസ്റ്റ് ആക്ച്വലി ഭയങ്കര രസമുള്ളത്. അഹമ്മദ് ഫസ്റ്റ് തന്നെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് അഹമ്മദ് പറഞ്ഞു, ഇഷാമെ ഹമ്മിങ് എന്തായാലും വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഹമ്മിങ് വരുമ്പം ഞാൻ മ്യൂസിക് ചെയ്ത ഒരു സാധനത്തിന് ഒരു ഹമ്മിങ് ബൈ ഡീഫോൾട്ട് വരും. അപ്പം ഇഷാമെ മൈക്ക് മാറ്റി വെച്ചോ, അത് ആ മൈക്ക് ഇല്ലാതെ സ്കോർ ചെയ്താൽ. എന്നിട്ട് അഹമ്മദ് തന്നെയാണ് ഞാൻ ഇല്ലാത്ത സമയത്ത് മിക്സിംഗ് സ്റ്റുഡിയോയിൽ ഫസൽ ഖാൻ്റെ കൂടെ ഇരുന്നിട്ട് ആ ഹമ്മിങ് കൊണ്ടിട്ടത്. അപ്പൊ അഹമ്മദിനാണ് ആ ക്രെഡിറ്റ് ആ ഹമ്മിങ് അവിടെ വെക്കാൻ. പക്ഷെ ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഈ പട്ടീൻ്റെയും ആ കുട്ടീൻ്റെ റിലേഷൻ ഉണ്ടല്ലോ, ആ റിലേഷൻഷിപ്പിലായിരുന്നു നമ്മുടെ എൻ്റെയും ഗ്രിപ്പിംഗ് പോയിന്റ്. കാരണം അവിടെ ഇമോഷണൽ കണക്ഷൻ സ്ട്രോങ് ആയാൽ മാത്രമാണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ഹാങ് ഓവർ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഏരിയയിൽ നമ്മൾ ശരിക്കും ആലോചിച്ചിട്ട് തന്നെ കമ്പോസ് ചെയ്തത്. ഇൻഫാക്ട് അതിന്റെ വയലിൻ വായിച്ചിട്ടുള്ളത് ഗോവിന്ദ് വസന്തയാണ്. അപ്പോൾ മറ്റൊരു മ്യൂസിക് കമ്പോസറാണ് അത് നമുക്ക് വന്ന് വായിച്ചു തന്നത്. അപ്പം ഗോവിന്ദിനോട് ഒരുപാട് നന്ദിയുണ്ട്. പുള്ളീൻ്റെ തിരക്കുകളുടെ ഇടയിലാണ് വന്നിട്ട് ഈ പീസ് എനിക്ക് നമുക്കൊരു ആഗ്രഹമായിരുന്നു, ആ ഒരു പീസെങ്കിലും ഒന്ന് ഗോവിന്ദ് വായിച്ചു തരണം എന്നുള്ളത്. അത് കേട്ട ആക്ച്വലി ഗോവിന്ദിന്റെ ഹാർഡ് കോർ ഫാൻസിന് മനസ്സിലാവും അത് ആ പീസ് ഗോവിന്ദാണ് വായിച്ചിട്ടുള്ളത്. അത് പുതിയ വിവരമാണ്, ഭയങ്കര രസമുള്ള സാധനമാണ്. ഈ ക്യൂരിയോസിറ്റി ആദ്യം മുതൽ തന്നെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പം പല സ്ഥലത്തും ഇപ്പം നമുക്ക് ഈ അന്വേഷണം ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ ലാഗ് ചെയ്യുമെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഒരു സ്റ്റോറി കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഇതിലെവിടെയായിരിക്കും ലാഗ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. കാരണം ക്രിയേഷൻ്റെ ഭാഗത്ത് നിൽക്കുന്ന നമ്മളൊക്കെ അങ്ങനെ പക്ഷെ ഒരു സ്ഥലത്തും ലാഗ് ചെയ്യാതെ അത് കൊണ്ടുപോയി. അപ്പോൾ ഞാനത് ശ്രദ്ധിക്കുന്നത് സ്കോറിങ് അങ്ങനെ കൃത്യമായിട്ട്
കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുകയല്ല ഞാൻ ചെയ്തത്. അതാണ് വേണ്ടത്. ആ, സ്കോർ അത് ഭയങ്കര ലൗഡ് അല്ലാത്ത പൊക്കോണ്ടിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് പക്ഷേ ഞാൻ സ്കോറിങ്ങിലേക്ക് വരുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ 20 മിനിറ്റ്സും 30 മിനിറ്റ്സും ഒക്കെ ഉണ്ടല്ലോ ഇതിന്റെ ഭാഗങ്ങൾ. അപ്പം ഇടയ്ക്കെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കും, കാരണം ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കുമല്ലോ, ഇത് എവിടെ നിന്ന് തുടങ്ങിയതാ, നമ്മൾ എങ്ങോട്ടാ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് അധികം ചിന്തയില്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ തുടങ്ങിയിട്ട് നിർത്തിയിട്ടില്ലല്ലോ, ഫുൾ ഒറ്റ സ്ട്രെച്ചിൽ കണ്ടു തീർത്തതാ. തുടങ്ങി ഫുൾ സ്ട്രെച്ചിൽ കണ്ട് ഇടയ്ക്കൊന്ന് അടുക്കളയിൽ പോയി, അത്രേ ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. ആ കസേരയിൽ തന്നെ ഇരുന്നു എന്നുള്ളതാണ്. 1-2 സ്ഥലങ്ങൾ റീവാച്ച് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി മ്യൂസിക് നല്ല രസമായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്തു, കാരണം അതാണ് അതിന്റെ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഭയങ്കര നല്ല അപ്രീസിയേഷൻ ആണ് അവർ ഈ സ്കോറിന് ഇപ്പോൾ വരുന്നത്. സ്കോറിന് മാത്രമല്ല, ഇതിൻ്റെ സ്ക്രീൻ പ്ലേ, ബാഹുൽ എഴുതിയിട്ടുള്ള സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ അഹമ്മദ്, DOP ജിതിൻ, എഡിറ്റർ മഹേഷ് ഏട്ടൻ, ഫൈനൽ മിക്സിംഗ് ഫസലെ ബക്കർ. അപ്പോൾ എല്ലാം ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഒരുമിച്ച് വന്ന് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും ഒറ്റ ഔട്ട്പുട്ടായിരുന്നു. ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു പരിപാടി നമുക്ക് മലയാളത്തിൽ കൊണ്ടുവരണം. പിന്നെ ഇത് സെക്കൻഡ് സീസൺ ആയതുകൊണ്ട് നമുക്ക് നല്ല ലെവറേജാണ്, കാരണം ഓൾറെഡി ഒരു ഓഡിയൻസ് ബിൽഡ് ചെയ്തൊരു ഓഡിയൻസ് റെഡിയാണ് വാച്ച് ചെയ്യാനായിട്ട്. അപ്പം അതുകൊണ്ടാവാം ഒരുപക്ഷെ ഇത്രയും ദിവസമായിട്ടും ഇതിൻ്റെ മൊമെൻറ്റം ഇങ്ങനെ കൂടി വരുന്നത്. പിന്നെ ഞാൻ ചെയ്തൊരു പ്രിപ്പറേഷൻ, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ മണിച്ചിത്രത്താഴ്, അപ്പോൾ അതിൽ ലാൽ സാറ് പലപ്പോഴും ഈ ശോഭന ഒരു ഇച്ചിരി മ്യൂസിക്കൽ പരിപാടി, ഇപ്പോൾ ഈ ശോഭന അവരാണ് ഇതിൽ ഈ സ്ത്രീ യക്ഷി കഥാപാത്രമായിട്ട് അവർ വരുന്നത്, അല്ലെങ്കിൽ അവരാണ് ആ രൂപം എന്നുള്ള തിരിച്ചറിവ് സമയത്തൊക്കെ ജോൺസൺ മാഷിൻ്റെ സ്കോറുണ്ട്. അത് ഭയങ്കര സട്ടിലാണ്, അത് ലൗഡല്ല. ആ സ്കോർ വരുന്ന സമയത്ത് നമുക്കറിയാം ലാൽ സാർ ഇത് തിങ്ക് ചെയ്യുവാണെന്നുള്ളത്. ഇതേപോലെ ഫോർ എക്സാമ്പിൾ ഇപ്പം ദേവദൂതനിൽ ലാൽ സാറ് ഈ മാജിക്, ഈ നമ്മുടെ ഈ കീസ് പിയാനോ ഉണ്ടല്ലോ, അതൊരു റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ 7 ബെൽസിൻ്റെ അവിടെ വന്ന് നിൽക്കുമ്പം വെറും കാറ്റും ഈ സാധനം പല തവണയും, ഇതൊരു മോട്ടിഫ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു തീം പല തവണയും വരും. അത് വരുന്ന സമയത്ത് നമുക്ക് ഭീതി വരും, എന്താണ് നടൻ ആലോചിക്കുന്നത്. ഈ സാധനമാണ് നമ്മൾ KCF 2-ലും ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ അർജുൻ രാധാകൃഷ്ണൻ്റെ ക്യാരക്ടർ, ഈ CI നോബിൾ എന്ന് പറയുന്ന ക്യാരക്ടർ ആലോചിക്കുമ്പം ഈ മ്യൂസിക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഏറ്റവും ലാസ്റ്റ് ഈ നടനും വില്ലനും അവർ ചിരിക്കുന്ന ഒരു നിമിഷമുണ്ടല്ലോ, ഈ പട്ടികളൊക്കെ വന്ന് വാലാട്ടി നിൽക്കുന്ന ഒരു സീനുണ്ടല്ലോ, അവിടെ ഇതിൻ്റെ ഏറ്റവും മൂർത്ത അവസ്ഥയാണ് സ്കോറിൽ വരുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേറ്റ്സ്, നമ്മുടെ മലയാളത്തിലെയും ഇംഗ്ലീഷ് കമ്പോസേഴ്സിൻ്റെയും ഗ്രേറ്റ്സ് ജീനിയസസ് അവർ സ്കോർ ചെയ്ത് വെച്ചതിൻ്റെ ഒരു ഹോംവർക്കിൻ്റെ പുറത്താണ് ഇതിൽ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. കണ്ട എലിമ അവസാനം ഇത്രയും ബുദ്ധിജീവി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്തോ ഐഷു പോലും ഇങ്ങനെ ശ്രദ്ധിച്ചിരിപ്പുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ ഈ തലക്കകത്ത്? അല്ല, ഇങ്ങനെയൊക്കെയാണ് കൂടുതലും അവരുടെ ഇതൊക്കെയാ കാണാറിക്ക. ഇപ്പോഴും കേൾക്കാറാണെങ്കിലും രാത്രി പാട്ടുകൾ വെക്കാറാണെങ്കിലും പഴയ കാലത്തുള്ള പാട്ടുകളെ കൂടുതലും വെക്കുക. റഹ്മാന്റെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒക്കെ പഴയതാ. ഒരു സമാധാനമുള്ള പാട്ടുകളൊക്കെയാണ് കേൾക്കാം. പക്ഷേ എന്നെയൊക്കെ അപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ദേവദൂതൻ പോലുള്ള ഒരു സിനിമ എൻ്റെ ലൈഫിൽ ഭയങ്കര, ഞാൻ എപ്പോഴും പറയാറുള്ള കാറി വരുന്ന സമയത്ത് പഴയൊരു പാട്ട് വന്നപ്പോ പറഞ്ഞു ഇതൊക്കെയാണ് ഇഷ്യൂ പാട്ടൊക്കെ. ദാസേട്ടൻ്റെ ഏതോ ഒരു പാട്ട്, ദാസേട്ടനും ചിത്രചേച്ചിൻ്റെ ഒരു ഡുവറ്റ് സോങ്, ഏത് സോങ് ആയിരുന്നു എനിക്കൊന്ന്, പൊന്നാമ്പൽ. അപ്പം ആ ട്രാക്കൊക്കെ കേൾക്കുന്ന സമയത്ത് ഉള്ളിൽ ഇങ്ങനെ വിതുമ്പുവാണ്, എപ്പോഴാണ് ഇങ്ങനെയുള്ള ട്രാക്സ് ഒക്കെ. അതൊരു കാലഘട്ടമായിരുന്നല്ലോ. ഇടയ്ക്ക് കരഞ്ഞു പറയൂ കേട്ടോ, ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ മ്യൂസിക്കിലേക്ക് വന്നത്, എന്നിട്ടിപ്പോ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ഭയങ്കര കുറവാണല്ലോ. കുറഞ്ഞല്ലോ. പാവ മനുഷ്യനല്ലേ.